നമസ്കാരം. ഇടതുപക്ഷം വിശ്വാസത്തിനെതിരാണ്, മതവിശ്വാസത്തെ തകർക്കാൻ നടക്കുന്നു എന്നുള്ള പ്രചരണം വ്യാപകമാണ്. അവരുടെ മുന്നിലേക്ക് ഒരു ദൃശ്യം അങ്ങ് സമർപ്പിക്കുകയാണ്. ദേ കണ്ടേ, പാർട്ടി ഓഫീസിനുള്ളിലെ ഒരു നിസ്കാര ദൃശ്യമാണ്. സ്വാഭാവികമായിട്ട് നിസ്കരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഏതോ ഒരു പാർട്ടി മെമ്പർ ആരോ ആണ് ഈ പാർട്ടി ഓഫീസിനകത്ത് നിസ്കരിക്കുന്നത്. എന്നാലല്ല, ഇത് ഡിവൈഎഫ്ഐ കടുത്തുരുത്തി ബ്ലോക്ക് സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് വിനോദ് കെ തോമസിന്റെ ഫേസ്ബുക്ക് കുറിപ്പാണ്. ആ കുറിപ്പിലാണ് ഈ ദൃശ്യം പങ്കുവച്ചിരിക്കുന്നത്. അവർ ഈ കടുത്തുരുത്തിയിലെ ഞീഴൂർ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഡിവൈഎഫ്ഐ കടുത്തുരുത്തി ബ്ലോക്ക് സെക്രട്ടറി ആയിട്ടുള്ള വിനോദ് തോമസും ഒപ്പം ഏരിയ കമ്മിറ്റി അംഗം വിനോദൻ ഇരിക്കുമ്പോൾ പാർട്ടി ഓഫീസിലേക്ക് ഒരാൾ വരികയാണ്. ഈ തലച്ചുമടായിട്ട് കൊണ്ട് നടന്ന് പുതപ്പൊക്കെ വിൽക്കുന്ന ഒരാളാണ്. ശൂരനാട് സ്വദേശിയാണ്. അദ്ദേഹം കയറി വന്നപ്പോൾ നല്ല മഴയാണ്. മഴയായതുകൊണ്ട് കയറി ഇരുന്നോളൂ എന്നിവർ പറയുകയാണ്. ആ സന്ദർഭത്തിൽ മഴയായതുകൊണ്ട് പള്ളിയിലേക്ക് പോകാൻ പറ്റിയില്ല, ഒന്ന് നിസ്കരിക്കാൻ സൗകര്യം തരുമെന്ന് ഇവരോട് ചോദിച്ചപ്പോൾ പാർട്ടി ഓഫീസിനകത്ത് കയറി പ്രാർത്ഥിച്ചിട്ട് പൊയ്ക്കോളൂ എന്ന് ഒരു അവസരം കൊടുക്കുകയാണ്, ഒരു സ്പേസ് കൊടുക്കുകയാണ്. അതാണ് ദേ ആ കാണുന്ന ദൃശ്യം. ഇടതുപക്ഷം മതത്തിനെതിരാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ചില ഉദാഹരണങ്ങൾ ഈ സമൂഹത്തെ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ദൃശ്യങ്ങളൊക്കെ കാണിച്ച് അതിന്റെ അന്തസത്തയെക്കുറിച്ച് പറയുന്നത്. കാര്യം നമ്മുടെ നാട്ടിൽ മതം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം, മതത്തെ ഉപയോഗപ്പെടുത്തി ചൂഷണം ചെയ്യുന്നവരെ സംബന്ധിക്കുന്നിടത്തോളം യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കരുത്. പുരോഗമനപരമായി മതത്തിന്റെ ചൂഷണത്തിൽ നിന്ന് മനുഷ്യരെ മുക്തരാക്കണം എന്ന് കരുതി വ്യക്തിയുടെ മതവിശ്വാസവും മതസ്വാതന്ത്ര്യവും നഷ്ടപ്പെടുത്തണമെന്നല്ല. അതിന്റെ ചൂഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അവനോട് നിരന്തരം ആശയവിനിമയം നടത്തുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഞങ്ങൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന പല കള്ളക്കഥകളെയും ഇവർ തിരുത്തും, തകർക്കും. അതിലൂടെ ഞങ്ങളുടെ വയറ്റിപ്പിഴപ്പ് നഷ്ടപ്പെടുമെന്ന് ഇതിന്റെ തലപ്പത്തിരിക്കുന്ന പലരും ചിന്തിച്ചുകൊണ്ട് ഈ സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളോട് പറയുകയാണ്, ഇടതുപക്ഷം മതത്തിനെതിരാണ്, മതത്തിനെ തകർക്കാൻ നടക്കുകയാണ്. അവിടെയാണ് ഈ മനോഹര ദൃശ്യം പുറത്തേക്ക് വരുന്നത്. ആ വ്യക്തിക്ക് നിസ്കരിക്കാൻ ഒരു സ്ഥലം കൊടുക്കാനുള്ള മാനസികാവസ്ഥ ഒരാൾക്കുണ്ടാകുന്നു എന്ന് പറയുന്നത് അയാളുടെ ഉള്ളിൽ മതചിന്തകൾക്കപ്പുറം മനുഷ്യചിന്ത വരുന്നിടത്താണ്. അതായത് വരുന്നൊരാൾക്ക് ഇതാണ് ആവശ്യം, ശരി നിങ്ങൾ ചെയ്തോളൂ. ഇവിടെ ഇപ്പോൾ BJP-യുടെ ഓഫീസിൽ ചെന്നാണ് ചോദിക്കുന്നത്, എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പോഴേ അയാളെ ആട്ടി ഓടിക്കും. ഇനി കോൺഗ്രസിന്റെ ഏതെങ്കിലും ഓഫീസിലാണെങ്കിൽ, പ്രത്യേകിച്ച് തലസ്ഥാനത്തെ DCC ഓഫീസിൽ ചെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ NSSന്റെ ഒരു വലിയ കുത്തക ടീമുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ഉള്ളിലെ സ്വാഭാവികമായിട്ടുള്ള RSS മനോഭാവം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അവിടെയാണ് ഇത്തരം കാഴ്ചകൾ വിഭിന്നമായി മാറുന്നതും ഇത്തരം കാഴ്ചകൾ സമൂഹത്തെ കൂടി അറിയിക്കേണ്ടതുണ്ട്. ഇങ്ങനെയും ചില കാര്യങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇടതുപക്ഷം മതസൗഹാർദ്ദത്തിന് വേണ്ടി, മതത്തെ തകർക്കലല്ല, വിശ്വാസം ഒപ്പം ചേർന്ന് പോയി കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ പറ്റാത്ത മനുഷ്യന് ആ പ്രാക്ടീസ് ഒപ്പം കൊണ്ടുപോകുന്നതിനൊപ്പം തന്നെ അവർക്ക് ഈ നാട്ടിലെ രാഷ്ട്രീയത്തിൽ ഇടമുണ്ടെന്ന് കൂടി അവർ തെളിയിക്കുകയാണ്. അവിടെയാണ് മതങ്ങൾ അയിത്തം കൽപ്പിക്കുന്ന ഇടതുപക്ഷം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന രീതിയിലല്ല, അവർ എല്ലാത്തരം മതവിഭാഗക്കാരെയും ചേർത്ത് പിടിക്കുന്നവരാണ് എന്നതിന്റെ തെളിവാണ് കടുത്തുരുത്തി നിന്ന് പുറത്തു വന്നിരിക്കുന്ന ഈ ദൃശ്യമെന്ന് പറയേണ്ടി വരികയാണ്.